മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഫയൽ കടത്താൻ CPM 3 പേർക്ക് ചുമതല നൽകിയെന്ന വെളിപ്പെടുത്തലുമായി VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന K. സുരേഷ് കുമാർ IAS. VSനൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് വെളിപ്പെടുത്തൽ. KN ബാലഗോപാൽ, S. രാജേന്ദ്രൻ എന്നിവരുടെ പേരിലാണ് പരാമർശം. തുടർഭരണം കിട്ടാതിരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ശ്രമിച്ചു. 2011 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തി. VS ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്ന് കൂടിയാണ് സുരേഷ് കുമാർ പുസ്തകത്തിൽ പറയുന്നത്. K. സുരേഷ് കുമാറിന്റെ പുസ്തകം ഏതായാലും പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ഡയറി കുറിപ്പിൽ നിന്ന് തയ്യാറാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ആ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉള്ള കുറിപ്പുകളാണ്. VS കടന്നുപോയ കാലഘട്ടത്തിൽ എന്തായിരുന്നു അദ്ദേഹം റിയലായിട്ട് ഫേസ് ചെയ്ത ബുദ്ധിമുട്ട്, അത് ഒരു കലർപ്പുമില്ലാതെ ഒരു അംശം പോലും വിട്ടുപോകാതെ എഴുതണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാൻ എനിക്കും അറിയത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കോൺട്രവേഴ്സി നാച്ചുറലാണ്. VSന്റെ കൂടെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ ആ അനുഭവങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ തീർച്ചയായിട്ടും കോൺട്രവേഴ്സി ഉണ്ടാവും. ബട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമല്ല അത്. സുനിഷ അയ്യലൂരാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. സുനിഷ, CPMലെ വിഭാഗീയതയുടെ ബാക്കി പത്രം എന്തായിരുന്നു എന്നതുകൂടിയാണ് സുരേഷ് കുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ സ്ഫോടനാത്മകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് CPM നേതൃത്വം കാണുന്നത്? VSന്റെ ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് VSന്റെ ഓഫീസിൽ നിന്ന് AKG സെന്ററിലേക്ക് ഫയൽ കടത്തി എന്നതൊക്കെയുള്ള ആരോപണങ്ങളാണ്. മുൻമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കൂടിയാണ് ഈ ചൂണ്ടിക്കാട്ടൽ, അല്ലേ? വിനീത, അത് തന്നെയാണ്. അതായത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങളോളം VSനൊപ്പം സഞ്ചരിച്ച ഒരു വിശ്വസ്തൻ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ VSനൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിൽ VS ഈ നിരവധി കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന്, തുടർഭരണം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പറയുന്നത്. 13 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പാർട്ടി നിർത്തിയതുമായി ബന്ധപ്പെട്ട ഈ തോൽപ്പിക്കണമെന്നുള്ള രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി എന്നൊരു കാര്യം VS പറഞ്ഞതായി സുരേഷ് കുമാർ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, VS മുഖ്യമന്ത്രിയായിരിക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ബാലഗോപാലും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന S. രാജേന്ദ്രനും ഫയലുകൾ AKG സെന്ററിലേക്ക് കടത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൂടി ഈ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി പറയുന്നുണ്ട്. AKG സെന്ററിൽ ഫയൽ പരിശോധിച്ച ശേഷം മാത്രമാണ് അന്ന് VSനെ കാണിച്ചിരുന്നത് എന്നുള്ള വലിയൊരു ആരോപണം കൂടി ഉയർത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിലൊന്നും തന്നെ നേതാക്കൾ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നിലവിൽ എന്നുള്ളതാണ്. മറ്റൊരു വിഷയം മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത് പാളിയതിനെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ തുറന്നു പറയുന്നത്. CPIയുടെ ഓഫീസ് കെട്ടിടം പൊളിക്കുന്നതിനെ പറ്റി അന്നത്തെ സബ് കളക്ടർ ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി രക്തൻ ഖേൽക്കർ മറച്ചുവെച്ചിരുന്നു എന്നുള്ളതാണ് സുരേഷ് പറയുന്നത്. ദൗത്യം പൊളിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു അതെന്നൊരു സംശയം കൂടി ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഓൺലൈൻ ലോട്ടറി തട്ടിപ്പായാലും സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ MM മണിയുടെ സഹോദരന്റെ സാമ്പത്തിക വളർച്ചയിലടക്കം സംശയം പ്രകടിപ്പിക്കുന്നു. അതിലൊരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി ആരോപണങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ മറ്റ് CPM നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും പ്രതികരണങ്ങൾ കൂടി തേടുന്നുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ ചർച്ചയ്ക്ക് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വിനീത. അതാണ്, തുടർഭരണം അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നതാണ് വെളിപ്പെടുത്തുന്നത്. VSനൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിലാണ് സുരേഷ് കുമാർ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് AKG സെന്ററിലേക്ക് ഫയൽ കടത്താൻ 3 പേരെ നിയോഗിച്ചിരുന്നു എന്നുള്ള ആരോപണം കൂടിയാണ്. ഏതായാലും തുടർ പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.